1 Corinthians chapter 11 verse 24. This do in remembrance of me. And when he had given thanks, he brake it and said, take it, this is my body which is broken for you. This do in remembrance of me. The occasion that I want to share this message is that we have the Lord's table right before us. നമ്മുടെ മുമ്പിൽ കർത്താവിന്റെ മേശ ഒരുക്കിയിരിക്കുന്നതുകൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള വേദഭാഗത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ സൂചിപ്പിച്ചത്. And when the Lord instituted this ordinance, ഈ കർത്തൃമേശ കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച അതാണ്. While he was ministering, he took the bread and broke it and gave it to the disciples. കർത്താവ് അപ്പം എടുത്ത് നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു എന്ന് നാം ഇവിടെ വായിക്കുന്നു. While he was serving, he said, do this in remembrance of me. കർത്താവ് ഇത് കൊടുക്കുമ്പോൾ അവർ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു എന്ന് നാം വായിക്കുന്നു. When he said do, he said you do it. അവൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുവീൻ എന്നാണ് അവിടെ പറഞ്ഞത്. But you not while you do it, you need to do in remembrance of me. നിങ്ങൾ ഇത് ചെയ്യുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. So if the Lord is standing in the middle of this congregation, ഈ സഭയുടെ മധ്യത്തിൽ കർത്താവ് നിൽക്കുകയാണെങ്കിൽ, if he is speaking to us, നമ്മോട് സംസാരിക്കുന്നെങ്കിൽ, because he said do is a command. കർത്താവ് അത് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അത് കർത്താവിന്റെ ഒരു കൽപ്പനയത്രേ. Do this. അത് ചെയ്യുക. But so what are we supposed to do? We are supposed to do what the Lord has told us to do. കർത്താവ് നമ്മൾ എന്താണ് ചെയ്യാൻ പറയുന്നത് അത് അത്രേ ചെയ്യുവാൻ കർത്താവ് നമ്മെ കുറിച്ച് താല്പര്യപ്പെടുന്നത്. So while we observe the table, the Lord's table, we have an obligation to observe. ആമേൻ. നമ്മളെ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് അതിനോട് ചേർത്ത് ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. It is not an option. അതിന് ഒഴിവഴിവില്ല. We are supposed to do it. നമ്മളത് ചെയ്യാൻ നിർബന്ധിതരത്രേ. But while we do it, he is giving us an admonition, or he is exhorting us to do something. അത് ചെയ്യാൻ പറയും. കർത്താവ് നമ്മോട് അത് ചെയ്യുവാനായി നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയും നമ്മോട് കൽപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. We need to do it, but we need to do it in remembrance of him. നാം അത് ചെയ്യുമ്പോഴൊക്കെയും കർത്താവിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് കർത്താവ് കൽപ്പന കൊടുക്കുകയാണ്. So there is a short warning sitting there, that is you need to remember. ഒരു ചെറിയ മുന്നറിയിപ്പ് അവിടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്നാണ് പറയുന്നത്. Somebody is telling you to remember, he or she is foreseeing a chance or a danger that you have a chance to forget it. ആമേൻ. ഓർമ്മിക്കുമ്പോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അപകടം പതിയിരിപ്പുണ്ട്. നമുക്ക് ഓർമ്മിക്കാതിരിക്കാൻ അഥവാ നാം മറന്നു പോകാനിടയുണ്ട്. Anybody who gives you some directions, they will probably tell you, please remember to do this. നമുക്ക് നിർദ്ദേശങ്ങൾ തരുന്നവർ പറയുമ്പോൾ അവരത് ചെയ്യുവാനും കൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി പറയുന്നത് നാം സാധാരണയാണ്. Because there is a likelihood in the long run we might forget what we are supposed to do. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് കാലങ്ങൾ കഴിയുമ്പോൾ മറന്നു പോകാനിടയുണ്ട്. So we need to heed to that exhortation to remember. ആമേൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ആ പ്രബോധനം അരുളി ചെയ്തത് ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞത് ഓർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. What are we supposed to remember? എന്താണ് നാം ഓർക്കേണ്ടത്? Him. കർത്താവിനെയാണ് ഓർക്കേണ്ടത്. Remembrance of me. എന്റെ ഓർമ്മയ്ക്കായി എന്ന് കർത്താവ് അവരോട് പറയാം. There are three things that we must do it. മൂന്ന് കാര്യങ്ങൾ നാം ചെയ്യേണ്ടതുണ്ട്. We must do it. നമ്മളത് ചെയ്യണം. We should not forget it. അത് മറക്കരുത്. We should not forget the object of remembrance, which is the Lord himself. ആമേൻ. കർത്താവായ യേശുക്രിസ്തു തന്നെ സ്ഥാപിച്ച ഈ കർത്തൃമേശ അതിന്റെ ഉദ്ദേശങ്ങളെ കുറിച്ച് നാം മറക്കാതെ അത് ചെയ്യണമെന്നാണ് കർത്താവ് അരുളി ചെയ്യുന്നത്. So the object of remembrance is the Lord. ആമേൻ. ഈ ഓർമ്മയുടെ കേന്ദ്രബിന്ദു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. That is the most important thing. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Do is an obligation. ആമേൻ. അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ്. Remembrance is a warning that we need to heed to,
and that is we should not forget. ആമേൻ. നമ്മൾ ഓർമ്മയ്ക്കായി എന്ന് പറയുമ്പോൾ നാം മറക്കാതെ അത് ചെയ്യാനുള്ള അതിന്റെ ഉത്തരവാദിത്വവും അതിനെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടെയാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. Because the Lord is exhorting you to remember, കർത്താവായ യേശുക്രിസ്തു ഇത് ഓർമ്മിക്കണമെന്ന് പറയുമ്പോൾ it points to the chances that you have right in your life that you might forget the Lord in your life. ആമേൻ. മാനുഷികമായി നമ്മുടെ ജീവിതത്തിൽ അത് മറന്നുപോകാനുള്ള സാധ്യത കർത്താവ് മുന്നിൽ കണ്ടാണ് നിങ്ങളെ ഓർമ്മയ്ക്കായി ഇത് മറന്നുപോകാതെ ചെയ്യണമെന്ന് ബോധിപ്പിക്കുന്നത്. Paul in 2 Corinthians 5:14 says, the love of Christ compels us. 2 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നു കർത്താവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നുവെന്ന്. Because he says that we are convinced the Lord died for me. ആമേൻ. യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിന്റെ ഉറപ്പും നിശ്ചയം എനിക്കുള്ളതുകൊണ്ട് അവന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നുവെന്ന് പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ അവരെ ഉത്ബോധിപ്പിക്കുന്നു. So the important fact that we should not forget is, if we should not forget something, there should be a compulsion that is from within to remember the object or the person whom we are supposed to remember. ആമേൻ. എന്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പൗലോസിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത് പോലെ കർത്താവ് പറഞ്ഞ ഈ ഭാഗത്തെ കൽപ്പനകളെ അതനുസരിച്ച് ചെയ്യുവാൻ മറക്കാതെ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുകയാണ്. അതിനെക്കുറിച്ച് നാം അറിവുള്ളവരായിരിക്കണമെന്നാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. So we need to strive to remember. ആമേൻ. അതുകൊണ്ട് മനഃപൂർവ്വമായി നാം അത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. It is that we should not forget, but we need to strive. We should have a compulsion from within to remember the Lord all the time. മറക്കുക മാത്രമല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനെ എന്നും ഓർത്ത് അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നവരായി ചിന്തയുള്ളവരായിരിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. The psalmist points to something that will help him to remember. The psalmist, സങ്കീർത്തനക്കാരൻ അത് ഓർത്തിരിക്കുന്നതിനെ കുറിച്ച് ചില കാര്യങ്ങൾ അവിടെ പറയുകയാണ്. he says, I have placed the Lord right before me all the time. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. We have come to know the Lord, but do we have the Lord all the time right before us? കർത്താവിനെ നമ്മൾ അറിഞ്ഞവരാണ്, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും കർത്താവിനെ നമ്മുടെ മുമ്പിൽ അവൻ നമ്മുടെ കർത്താവും ആയി നാം ചിന്തിക്കുന്നുണ്ടോ? The servant of the Lord in the book of Hebrews says, fix your eyes on Jesus. ആമേൻ. എബ്രായലേഖനത്തിൽ നാം വായിക്കുന്നു നിങ്ങളുടെ അവരെ യേശുവിലേക്ക് എപ്പോഴും നോക്കണമെന്ന് പറയുന്നു. If we place the Lord right before us all the time in everything that we do and think and would like to have anticipate and desire, if the Lord is right before you, if He is the first preference in your life, you may not forget it. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്നാമതായി നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നുവെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ അവനെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നുവെന്ന് ഉള്ള ചിന്ത നമ്മെ ഭരിക്കുന്നുവെങ്കിൽ ഈ യേശുവിനെ ഒരിക്കലും ജീവിതത്തിൽ മറന്നു കളയുവാൻ ഇടയായി തീരില്ല എന്ന് ദൈവജനമേ ഇന്ന് പകൽക്കാലം ഓർക്കണമേ. The affection that you should have to the Lord will not be stolen away from your heart by the devil if you will place the Lord right before you. അങ്ങനെ യേശുവിനെ നമ്മുടെ മുമ്പിൽ ഉള്ളിൽ വെച്ചിരിക്കുന്നുവെങ്കിൽ ശത്രുവിന്റെ പോരാട്ടങ്ങൾ കടന്നു വരുമ്പോൾ ഈ യേശുവിന്റെ സ്ഥാനം ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിമറിക്കുവാൻ ആർക്കും സാധ്യമേ അല്ല. Let us fix our eyes on Jesus, direct our affections to Jesus. നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും നാം ഒരേ ഒരു കാര്യം മാത്രം കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ ഹൃദയങ്ങളെയും ഏകാഗ്രമാക്കി കൊടുക്കണം. And we also need to be careful not to be too much attached to the worldly things. ലൗകിക കാര്യങ്ങളിൽ അധികം ശ്രദ്ധ കൊടുക്കാതിരിക്കുക. There are three things that usually steal away your affection and your life from the Lord. ആമേൻ. കർത്താവിനോടുള്ള ബന്ധത്തിൽ നിന്ന് സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്ന 3 കാര്യങ്ങളാണുള്ളത്. What are they? The world, ലോകം, and the lust of the eye, കൺമോഹം, and the lust of the flesh. ജഡമോഹം. The world and the body and the material things that are around you that are attracting your attention all the time, they steal away your attention from the Lord. ആമേൻ. ലോകവും നമ്മുടെ ശരീരവും ജഡമോഹങ്ങളും കൺമോഹങ്ങളും എപ്പോഴും ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധയെ നമ്മളിൽ നിന്ന് മാറ്റി
ലൗകിക കാര്യങ്ങളിൽ ഭൗതിക കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. A believer is being unwanted, unknowingly directed to a loop where he moves round and round from world to the flesh and by the devil. ആമേൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ പിശാചും ലോകവും അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കണികകൾ അവിടെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിഞ്ഞു പോകാൻ ഇടയുണ്ട്. The devil is going to trick us to be in that loop. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിശാച് നമ്മെ അങ്ങനെയുള്ള കെണികളിൽ പെടുത്താൻ സാധ്യതയുണ്ട്. Instead of we focusing on the Lord, he will compel us or force us to focus on the things he wants us to focus. ആമേൻ. ദൈവത്തിൽ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവന്ന് പിശാച് നമ്മുടെ ശ്രദ്ധയെ തിരിച്ച് ദൈവത്തിൽ നിന്നുള്ള ശ്രദ്ധയെ അകറ്റി ലോകത്തിലേക്കുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ വ്യാപരിപ്പിക്കുന്ന തന്ത്രമാണ് പിശാച് ഒരുക്കുന്നത്. Unwanted desires, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ, unwanted desires of the world. ആമേൻ. ലോകത്തിന്റെ ആയിട്ടുള്ള ഇമ്പങ്ങൾ, these things usually steal us away from the Lord. ആമേൻ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ജീവിതത്തിന്റെ പ്രതാപങ്ങൾ നമ്മെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ശ്രദ്ധയെ അകറ്റുന്നു. Our focus should be on the Lord all the time. ആമേൻ. എപ്പോഴും നമ്മുടെ ശ്രദ്ധ കർത്താവായ യേശു ക്രിസ്തുവിലായിരിക്കണം. We need to believe what the Lord has told us to. ആമേൻ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കർത്താവ് പറഞ്ഞത് എപ്പോഴും നാം വിശ്വസിക്കുകയും അതിൽ ശ്രദ്ധിക്കുകയും വേണം. Adam and Eve, they could not keep their focus on God. ആദാമിനും ഹവ്വയും ഏദൻ തോട്ടത്തിൽ അവർ ദൈവം പറഞ്ഞതിൽ ശ്രദ്ധിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. So the devil could easily trick them. അതുകൊണ്ട് വളരെ നിസ്സാരമായി പിശാച് അവരുടെ മനസ്സിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. That happened while they were in the garden, in the Garden of Eden, which was a garden, which was a paradisical place. ആമേൻ. സ്വർഗീയമായ ഒരു സ്ഥാനമായിരുന്ന ആ ഏദൻ തോട്ടത്തിൽ ഇങ്ങനെ അവർ ദൈവത്തിന്റെ ശ്രദ്ധ, അവരുടെ മനസ്സ് ദൈവത്തിന്റെ ശ്രദ്ധയിൽ നിന്ന് മാറിപ്പോയതുകൊണ്ട് അവരെ നിസ്സാരമായി പിശാച് കീഴ്പ്പെടുത്തി. But our Lord was in a garden which was a wilderness. ആമേൻ. മരുഭൂമി പോലെയുള്ള ഒരു തോട്ടത്തിൽ ഒരിക്കൽ നമ്മുടെ കർത്താവായി തീർന്നു. The devil tried with him every way to steal away his attention and attraction and his affiliation and his inclination to his father. ആമേൻ. പിതാവിനോടുള്ള ബന്ധത്തിൽ നിന്ന്, ചായ്വിൽ നിന്ന്, ഏകാഗ്രതയിൽ നിന്ന് കർത്താവിന്റെ ശ്രദ്ധയെ തിരിക്കുവാൻ ഈ തോട്ടത്തിൽ വെച്ച് പിശാച് അവന്റെ തന്ത്രങ്ങൾ അമ്പെ പയറ്റി നോക്കി, എന്നാൽ പരാജയപ്പെടുകയുണ്ടായി. A saint says this way, ഒരു വിശുദ്ധൻ ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. while the Lord was being tempted in the wilderness, അവൻ കർത്താവ് മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ he became very tired and weak. അവൻ യേശു വളരെ ക്ഷീണിതനായി. He was worn and he desired to eat and drink. യേശു കർത്താവിനെ ഭക്ഷിക്കുവാനും കുടിക്കുവാനുമുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. He looked like a pilgrim who got very tired. അവനെ വളരെ ക്ഷീണിതനായി ആ ഒരു മരുഭൂമിയിൽ അങ്ങനെ ആയ ആ ക്ഷീണിതമായ അവസ്ഥ. We read the devil went to tempt him. അവനെ നാം വായിക്കുന്നത് പിശാച് അവനെ പരീക്ഷിക്കുവാനായി പോയി. The devil did not probably go there in his royal robes. അവൻ പിശാച് ഒരുപക്ഷെ അവന്റെ രാജകീയ വസ്ത്രത്തോടു കൂടി ആയിരിക്കില്ല കർത്താവിന്റെ അടുത്തേക്ക് ചെന്നത്. He is a prince of this world. ഈ ലോകത്തിന്റെ അധിപതിയാണല്ലോ ഈ പിശാച്. But he is a master of masquerade. അവൻ ആ വേഷപ്രച്ഛന്നതയിലാണ് അവൻ കർത്താവിന്റെ അടുത്തേക്ക് പോയത്. He masquerades himself. അവൻ തന്നെ വേഷങ്ങൾ മാറ്റി പലവിധ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. He is not an angel of light. അവൻ പ്രകാശത്തിന്റെ ദൂതനല്ല ഈ പിശാച്. But he is very good at acting like I am the angel of light. അവൻ പ്രകാശത്തിന്റെ ദൂതനെന്ന് അഭിനയിച്ചു കാണിക്കുവാൻ വളരെ മിടുക്കനാണ് പിശാച്. But is devil actually the angel of darkness and doom, but he acts like, oh, I am the best for you. അവൻ പിശാച് നമുക്കറിയാമല്ലോ, അവൻ അന്ധകാരത്തിന്റെ അധിപതിയാണ്, എന്നാൽ അവൻ അഭിനയിച്ചു കാണിക്കുന്നത് വെളിച്ചത്തിന്റെ അധിപതിയാണ്. So when he was trying to entice Jesus,